وبشر الذين آمنوا أن لهم قدم صدق عند ربهم قال الكافرون إن هذا لساحر مبين صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم بعثت لأن أتمم مكارم الأخلاق. صدق رسول الله صلى الله عليه وسلم. اللهم صل على سيدنا محمد وعلى آله وأصحابه صلاة وسلاما عليك يا سيدنا يا رسول الله. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, മഹല്ല് പ്രതിനിധികൾ, എസ്എംഎയുടെ മറ്റ് പ്രതിനിധികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കളെ, ശക്തമായ ചൂടുകൊണ്ട് ഇവിടെ നിന്ന് പിരിച്ചു കിട്ടിയാൽ പോകാമായിരുന്നു എന്ന് കാത്ത് ഇനി അറാക്കത്ത് പദ്യമൊരിതിലൻ അഖിറുഖറ എന്നൊരു അറബിയിലൊരു വഴമയുണ്ട്. തന്നെ ഒരു കാലം മുമ്പിലും ഒരു കാലം ഇതിലും വെച്ചിട്ട് ഞാൻ കാണുന്നു എന്ന് പറയുന്നു എന്നൊരു വാക്കുക. അതുപോലെ ഒരു കാലം വാഹനത്തിലും ഒരു കാലം കസേലയിലുമായി ഇരിക്കുന്ന നിങ്ങളോട് ഇനി ഒരു സുദീർഘമായ പ്രസംഗം ചെയ്യുന്നില്ല. ചെയ്താൽ മിക്കവാറും ആവർത്തനമായി പോകും എന്നും ഞാൻ കരുതുന്നു. പക്ഷേ നാം വളരെ ഗൗരവമായി ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ അല്ലാഹുവിന്റെ റസൂൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മോട് പഠിപ്പിച്ചു. ബുഇസ്തു ലിഅൻ ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. ഞാൻ ഇവിടെ നിയുക്തനാക്കപ്പെട്ടത് ഏറ്റവും ഉയർന്ന സൽസ്വഭാവം ഇവിടെ പഠിപ്പിക്കാനും അതിന്റെ പൂർത്തീകരണത്തിനും വേണ്ടിയാണ്. മകാരിമുൽ അഖ്ലാഖ്, ഏറ്റവും സമുന്നതമായ സ്വഭാവം, ഏറ്റവും പ്രശംസനീയമായ സൽസ്വഭാവം, അത് പഠിപ്പിക്കുക, അതിലേക്ക് ജനങ്ങളെ കൊണ്ടുവരിക, അതാണ് എന്റെ നിയോഗം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഈ സൽസ്വഭാവം നമ്മുടെ വിശ്വാസത്തിലുണ്ട്, നമ്മുടെ സ്വയം പ്രവർത്തനത്തിൽ ഉണ്ട്, ഇതരരുമായി ബന്ധപ്പെടുന്നതിലുണ്ട്, പബ്ലിക് റിലേഷൻസ്, ഇതരരുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ, അങ്ങനെ സാമൂഹ്യ ജീവിതത്തിൽ, സാമുദായികമായ ബന്ധപ്പെടലിൽ, കുടുംബ ജീവിതത്തിൽ, മഹല്ല് ഭരണത്തിൽ, ഇതിലെല്ലാം ഉൾക്കൊള്ളുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഈ സൽസ്വഭാവം. എന്നാൽ ഈ സൽസ്വഭാവം പഠിപ്പിക്കുന്നതിന് വേണ്ടി അയക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോന്നിനും ആദ്യമായി പ്രയോറിറ്റി നൽകുകയും പ്രാമുഖ്യം നൽകുകയും ചെയ്തുകൊണ്ടാണ് ദീനിലേക്ക് ആളുകളെ ക്ഷണിപ്പിക്കുകയും ചെയ്തതാണ്.
ആദ്യമായി തൗഹീദിലേക്ക് ക്ഷണിക്കുന്നു, വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്നു. അത് കഴിഞ്ഞ് മറ്റ് നിസ്കാരം തുടങ്ങിയ ആരാധനകളിലേക്ക് ക്ഷണിക്കുന്നു. പിന്നീട് അറബികളിൽ ഊട്ടപ്പെട്ട ഏറ്റവും നീചവും നികൃഷ്ടവുമായ മദ്യപാനം വർജിക്കുന്നതിനു വേണ്ടി നബിതങ്ങൾ പ്രവർത്തിക്കുന്നു. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു, ലാ തശ്റബുൽ ഖംറ, നിങ്ങൾ മദ്യപിക്കരുത്. ഫഇന്ന ശുർബൽ ഖംറി ഗൽസു കുല്ലി ഫാഹിഷ, മദ്യപാനം ഈ ഭൂലോകത്ത് നടക്കുന്ന മുഴുവൻ നീച നികൃഷ്ട പ്രവർത്തനങ്ങളുടെയും ഉത്ഭവമാണ്. മദ്യപാനത്തിലൂടെയാണ് പരസ്പരം ചീത്ത പറയലുണ്ടാകുന്നത്. മദ്യപാനത്തിലൂടെയാണ് ആളുകളെ കൊലപ്പെടുത്തുന്നത്. മദ്യപാനം മുഖേനയാണ് കവർച്ചകൾ ഉണ്ടാകുന്നത്. അങ്ങനെ മദ്യപാനം ആലോചിച്ചു നോക്കിയാൽ ഇവിടെ എല്ലാ നീച നികൃഷ്ടമായ പ്രവർത്തനത്തിന്റെയും ഉത്ഭവം അതാണ്. അതുകൊണ്ട് നിങ്ങൾ മദ്യപിക്കരുത് എന്ന് അവിടുന്ന് പ്രഖ്യാപിക്കുമ്പോ അറേബ്യയിലെ അന്നത്തെ മുശ്രിക്കുകൾ മദ്യവുമായി ഊട്ടപ്പെട്ടത് എന്താണ്? മുന്തിരിങ്ങയിൽ നിന്നാണ് അന്ന് കൂടുതൽ മദ്യമുണ്ടാക്കുന്നത്. മുശ്രിക്കുകൾ മരണപ്പെടുമ്പോൾ കള്ളുകുടിയന്മാരായ മദ്യപാനികളായ മുശ്രിക്കുകൾ മരണപ്പെടുമ്പോൾ അവർ ഉപദേശിച്ച് വസിയത്ത് ചെയ്തിരുന്നു, ഞാൻ മരിച്ചാൽ എന്നെ കുഴിച്ചിടുന്നതിന്റെ മുകളിൽ കബറിന്റെ മുകളിൽ മുന്തിരിങ്ങന്റെ വള്ളി നടണമെന്ന്. ഫലം ഉണ്ടായിട്ടല്ല, ആ മുന്തിരിങ്ങച്ചാറിൽ നിന്നുണ്ടാകുന്ന കള്ളിനോട് ഇവരുടെ ഏറ്റവും വലിയ ആസക്തി, ആഗ്രഹം, ഇത് കാരണമായിട്ട് ഞാൻ മരിച്ചാൽ എന്റെ കബറിന്റെ മുകളിൽ മുന്തിരിങ്ങ വള്ളി കുടിച്ചിടണം എന്ന് കൽപ്പിച്ച അത്രയും വലിയ മുഴുകുടിയന്മാരായ മനുഷ്യർ, മഹാന്മാരായ സഹാബികളിൽ വളരെ ചുരുക്കം പേർ മാത്രമേ കള്ളുകുടിച്ചവർ ഉള്ളൂ. എന്നാൽ ആ കുടിച്ചവർ വലിയ ഗൗരവമായി തന്നെ അതിനെ പരിഗണിക്കുന്നവരായിരുന്നു. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒട്ടകത്തെ കുത്തി അറുത്ത് അതിന്റെ പൂഞ്ഞകളും അതിന്റെ കരളും അരിഞ്ഞെടുത്ത് ചുട്ടിക്കരിച്ച് കള്ളുകുടിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ച സ്ത്രീകൾ, പാട്ടുപാടുന്ന പെണ്ണുങ്ങൾ, അവരുടെ വാക്കുകൾ കേട്ട് അലായ ഹംദുലിശ്റു ഫിൻ നിവായി വഹുന്ന മുഅഖ്ഖലാത്തുൻ ബിൽ ഫിനാഇ എന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങളിങ്ങനെ രാഗം പാടിയിട്ട് കേൾപ്പിച്ചു കൊടുക്കാം. എന്ത് ഹംസ നീ ഇങ്ങനെ ഇരിക്കുന്നത്? പോയിട്ട് കുടിച്ചിട്ട് അലിയുടെ വീട്ടിന്റെ മുമ്പിൽ അതാ നല്ല രണ്ട് ഒട്ടകം, അതിനെ അറുത്തിട്ട് അതിന്റെ പൂജ എടുത്തുകൊണ്ടുവാ, കരളെടുത്തുകൊണ്ടുവാ, നമുക്ക് ചുട്ട് കരിച്ച് പൊരിച്ച് കള്ളു കുടിക്കാം എന്ന് പറഞ്ഞപ്പോ അത് കേട്ട് കഠാരിയുമായി ചെന്ന് ആ വലിയ വിലപിടിപ്പുള്ള ഒട്ടകത്തെപ്പോലും കുത്തി അറുത്ത് നശിപ്പിച്ച സംഭവമാണ് ഇസ്ലാം വരുന്ന ആവിർഭാവ കാലഘട്ടത്തിലുണ്ടായിരുന്നത്. അതെല്ലാം അല്ലാഹു തആല കൽപ്പിച്ചതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഘട്ടം ഘട്ടമായി നിരോധിക്കുകയും അവസാനം മനുഷ്യൻ എവിടെ എത്തി? മദ്രസയിലേക്ക് പോകുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ
ശരീരത്തിൽ ഏതെങ്കിലും ഒരു കണ്ടുകൊണ്ടുപോകുന്ന സൈക്കിളുകാരൻ മറിഞ്ഞു വീണ് പാത്രം ഉടഞ്ഞു ഒരു തുള്ളി ഈ തുണിയിലേക്ക് തെറിച്ചാൽ അതിനെ കൊണ്ടുപോയി കഴുകി 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 നിറവും മണവും രുചിയും എല്ലാം പോകുന്നതുവരെ നജസ് 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 എന്ന് പറഞ്ഞ് കരുതുന്ന ആ മഹോന്നതമായ സംസ്കാരത്തിലേക്ക് ഇസ്ലാം മനുഷ്യനെ എത്തിച്ചു. എന്നാൽ ഇന്ന് അത് തലാക്കിക്കാൻ നോക്കമായിരിക്കുകയാണ്. നമ്മൾ കേരള യാത്രയിലും അതിനു മുമ്പും ശേഷവും കേരളത്തിൽ വന്ന എല്ലാ ഗവൺമെന്റുകളോടും ശക്തമായി പറഞ്ഞു, കേരളം പൂർണ്ണമായി മദ്യം വർജിക്കണം, അതിന് മദ്യവിരുദ്ധ കേരളമായി മാറണം എന്ന് ഞങ്ങൾ പറഞ്ഞു. എന്റെ കേരള യാത്രയിൽ ഓരോ സ്റ്റേജിലും ഞാൻ ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. അൽഹംദുലില്ലാഹ് ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഘട്ടം ഘട്ടമായി നീക്കാം എന്നെങ്കിലും പറയാനുള്ള ഒരു ധൈര്യം വന്നതിൽ നാം അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. അതിന് ധൈര്യം പകർന്നു കൊടുത്ത കോടതിയെ നാം അതിലുപരി അഭിനന്ദിക്കുകയാണ്. മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, കേരള ഗവൺമെന്റിനോട് പറയാനുള്ളത്, അല്ലെങ്കിൽ ഗവൺമെന്റുകളോട് പറയാനുള്ളത്, നിങ്ങൾ ധൈര്യം കാണിക്കുക. നീതിനിരുദ്ധമായ മനുഷ്യത്വരഹിതമായ ബുദ്ധിരഹിതമായ ഈ മദ്യപാനം പരിപൂർണമായി ഇവിടുന്ന് എടുത്തു കളയണം. അതിന് ഭയപ്പെടണ്ട. ജനങ്ങൾ മന്ത്രിമാരുടെ ഗവൺമെന്റിന്റെ പിന്നിൽ ഉറച്ചു നിൽക്കും. നിൽക്കൂലേ? സംശയം വേണ്ട. ഇവിടുത്തെ 90% 95% മദ്യപാനം നിരോധിക്കുന്ന പക്ഷം ഗവൺമെന്റിന്റെ പിന്നാലെ ഉണ്ടാവും. പിന്നെ ചില കച്ചവടക്കാർ, താൽപര്യക്കാർ, അബ്കാരികൾ ഉണ്ടാകും. അവരോട് വേറെ പണി പോയി നോക്കാൻ പറയാം. നീ വേറെ ബിസിനസ് ചെയ്തോ എന്ന് അവരോട് പറയാം. നമ്മൾ കൊല്ലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. കൊല്ലങ്ങളായി കള്ള് വിൽക്കുന്നതുകൊണ്ട് ഗവൺമെന്റിന് വലിയ പണം കിട്ടും. ശരി തന്നെ. എന്നാൽ അതിന്റെ 10 ഇരട്ടി അതിനാലുണ്ടാകുന്ന രോഗത്തിന്റെ പ്രതിരോധത്തിന് ഗവൺമെന്റ് സ്വയം ചെലവഴിക്കുന്നുണ്ട്. 10 ഇരട്ടിയല്ല, അതിന് മതി. കഴിഞ്ഞ 1 വർഷം മുമ്പ് മദ്യം ഉണ്ടാക്കുന്ന സ്ഥലത്ത് കുറച്ച് ഡോസ് കൂടി പോയിട്ട് 10-40 ആള് ഒന്നായിട്ട് അങ്ങോട്ട് ജീവൻ പോയി. ആ 40 ആളുടെ കുടുംബത്തെ ഒന്നായിട്ട് ഗവൺമെന്റ് ഏറ്റെടുക്കേണ്ടി വന്നു. അത് നേരത്തെ തന്നെ ലൈസൻസ് കൊടുത്തിട്ടല്ലേ. ലൈസൻസ് കൊടുക്കണമെങ്കിൽ ഗവൺമെന്റ് എന്തിന് ഏറ്റെടുക്കണം? ഏറ്റെടുക്കണ്ട. അതുകൊണ്ട് പ്രവാചക പ്രഭു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഏറ്റവും വലിയ സൽസ്വഭാവത്തിന്റെ ഒരു ഉദാഹരണമാണ് മദ്യനിർമ്മാർജ്ജനം. ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെടുമായിരുന്നു. ബസ് സ്റ്റാൻഡിൽ പുകവലിക്കാൻ പാടില്ല എന്നൊരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞ ഗവൺമെന്റ്. വളരെ നല്ലത്, നമ്മളൊക്കെ സ്വാഗതം ചെയ്തു. ബസ് സ്റ്റാൻഡുകളിൽ വീടിക്കുറ്റും ചുരുട്ടുകുറ്റും സിഗരറ്റ് കുറ്റിയായിട്ട് ഒന്നായിട്ട് മനുഷ്യന് പോകാൻ വയ്യാത്ത നിരക്ക് വളരെ മോശമായി കിടക്കും. അപ്പൊ ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുകവലി വിരോധിക്കുന്നത് നല്ലത് തന്നെ. പക്ഷെ ഈ പുകവലി വിരോധിക്കുന്ന ഇവർ എന്തുകൊണ്ട് കള്ളുഷാപ്പ് വിരോധിക്കാത്തതുകൊണ്ട് ഞാൻ അപ്പോഴും ചിന്തിക്കലുണ്ടായിരുന്നു. കള്ളുഷാപ്പ് വിരോധിച്ചാൽ മാത്രം പോരാ,
നമ്മുടെ കുട്ടികളെ പറ്റിക്കാൻ വേണ്ടി എല്ലാ സ്കൂളിന്റെയും മുമ്പിൽ ഇങ്ങനെ മിഠായി മാലകൾ തൂക്കിയിട്ടിട്ടുണ്ട്. ആ മിഠായി മാലകളിൽ അധികവും മദ്യമുള്ളതാണ് എന്ന് സൂക്ഷ്മമായ പരിശോധനയിൽ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രക്ഷിതാക്കളോട്, മഹല്ല് ഭാരവാഹികളോട്, നിങ്ങൾ ഈ വെയിൽ കൊണ്ടതിന്റെ, ഈ ചൂട് കൊണ്ടതിന്റെ ഫലം വേണമോ? നിങ്ങളെ മക്കളെ നിങ്ങൾ അതിൽ നിന്ന് തടയണം. നിങ്ങൾക്കാവശ്യമായ മിഠായിയും ബിസ്ക്കറ്റും അതെല്ലാം നിങ്ങൾ വിശ്വാസമുള്ള സ്ഥലത്തുനിന്ന് വാങ്ങി നിങ്ങളെ കുട്ടികൾക്ക് കൊടുക്കുക. നിങ്ങളെ കുട്ടികളെ മദ്യപാനികളാക്കി മാറ്റാൻ, പുകവലിക്കാരായി മാറ്റാൻ, നിങ്ങളെ വിദ്യാർത്ഥികളെ ബുദ്ധിയില്ലാത്തവരായി മാറ്റാൻ വലയും വീശി നിൽക്കുന്ന കച്ചവടക്കാരന്, മുറുക്കാൻ കച്ചവടക്കാരന്, പാൻ മസാലയുമായി ഇരിക്കുന്ന മുറുക്കാൻ കച്ചവടക്കാരന് അവനെയൊക്കെ ഓടിക്കണം. ഓടിക്കണമെന്നല്ല, അടിച്ചോടിക്കാന്നല്ല. അവന്റെ ഈ കള്ളച്ചരക്ക് ചെലവാകാതിരിക്കുമ്പോ നമുക്ക് നിക്കച്ചവടം വേണ്ട, നല്ല കച്ചവടം ചെയ്യാൻ തോന്നണം. അതാണ് അവരെ ഓടിക്കൽ. അടിച്ചോടിക്കാൻ ഇവിടെ ആർക്കും അധികാരമില്ല. അതുകൊണ്ട് ഗവൺമെന്റിനോട് നാം എന്നും ധൈര്യത്തോടുകൂടി ഇത് ചെയ്യാൻ ആവശ്യപ്പെടുകയും എല്ലാവിധ പിന്തുണകളും ഗവൺമെന്റിന് നൽകിക്കൊടുക്കുകയും ചെയ്യണമെന്ന് ഇവിടെ സന്നിഹിതരായ മുഴുവൻ ആളുകളോടും, പ്രത്യേകിച്ച് എന്റെ പത്രപ്രവർത്തകരോടും മാധ്യമപ്രവർത്തകരോടും എല്ലാം ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളൊന്ന് ശക്തിയായിട്ട് പറയണം. ഇതിൽ കക്ഷിയോ ഗ്രൂപ്പോ ഇതൊന്നും നോക്കണ്ട. ഇത് മനുഷ്യനെ നന്നാക്കാനുള്ളൊരു വഴിയാണ്. അതുകൊണ്ട് ഇവിടെ കള്ളുകുടി നിർമ്മാർജ്ജനം വേണം എന്ന ശക്തമായ ശബ്ദം ഒന്നായി ഉയരട്ടെ. തീർച്ചയായും ഗവൺമെന്റ് അതിന് നിർബന്ധിതനായി പൂർണ്ണമായി തന്നെ ചെയ്യാൻ കഴിയും. കോടതിയിൽ നിന്ന് ഇപ്പൊ കിട്ടിപ്പോയി ചെറിയ കൂട്ടർക്ക് ലൈസൻസ് കൊടുക്കണ്ടാണ്. ചെറിയ കൂട്ടർക്ക് ലൈസൻസ് കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മളിപ്പോ എങ്ങനെയാണ് അത് നല്ലതായിട്ട് മനസ്സിലാക്കുന്നത്? 5 സ്റ്റാറുകളിൽ വെച്ച് നമ്മളെ കുട്ടികൾക്ക് കയറി ചെല്ലാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് കുട്ടികൾ കണ്ടുപിടിക്കൂല അവിടുന്ന്. ഇല്ല, ഈ ചെറിയ ചെറിയ ചായക്കട പോലെ കള്ളിന്റെ കടകളുണ്ടാക്കിയാൽ അവിടെ നമ്മുടെ കുട്ടികൾ കയറി ചെന്ന് കുടിച്ചു കളയും. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് അത്രയെങ്കിലും അവർക്ക് ലൈസൻസ് കൊടുക്കൂല എന്ന് പറഞ്ഞത് നല്ലത് തന്നെ. പക്ഷെ നാളെയും മറ്റന്നാളും കഴിഞ്ഞ് വേറെ ആരെങ്കിലും ചുളിവിലൂടെ വന്ന് നിർബന്ധിക്കുമ്പോ അതങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് മാറ്റിപ്പോകരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. നമ്മളെ വയനാട് റൂട്ടിലൊന്നും ഒരിക്കലും ദേശാൽക്കരിച്ചു. ഗവൺമെന്റ് ബസ്സേ ഓടാൻ പാടുള്ളൂ. അപ്പോ ആളുകൾക്ക് ബുദ്ധിമുട്ടായി, ബസ് കിട്ടൂല. അപ്പൊ അതിന് പിന്നെ വഴിയെടുക്കുന്നത് കോഴിക്കോട് 1 കിലോമീറ്റർ ഓടിയിട്ട് പിന്നെ ഉള്ളിക്കൂടെ ഓടിയിട്ട് പിന്നോട്ട് ചാടിയിട്ട് ഇങ്ങനെ പോകണം. ഇപ്പോ സ്റ്റേറ്റ് ബസ്സല്ലാത്ത ബസ്സൊക്കെ ഓടാനായല്ലോ. അതുപോലെ ഇപ്പൊ കള്ളുകൂടി നിരോധിക്കാൻ പറയുകയും ചെയ്യുന്നിട്ട് മെല്ലെ വേറെ ഏതെങ്കിലും പേര് വെച്ചിട്ട് കുടിക്കാം. അതും അനുവദിക്കാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രിയോട് പറയണം, ഗവൺമെന്റിനോട് പറയണം. അല്ലാഹുവിന്റെ ഹബീബ് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടു. കള്ളിനെ സംബന്ധിച്ച് ഗൗരവമായി പറഞ്ഞപ്പോൾ അവിടത്തോട് ചോദിക്കപ്പെട്ടു, അല്ലയോ നബിയേ, ഏതെങ്കിലും ഒരു മനുഷ്യൻ അവന്റെ ബുദ്ധിയും മനുഷ്യത്വവും എല്ലാം നശിച്ച് മൃഗമായി മാറുന്ന കള്ളു കുടിക്കുന്നതിലേക്ക് മടങ്ങുമോ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് യുസമ്മൂനഹു ബിഗൈരി ഇസ്മിഹി, അതിന് കള്ളല്ലാത്ത പേര് വെച്ചിട്ട് അവർ കുടിപ്പിക്കും. അങ്ങനെയാണ് ലോകത്ത് വീണ്ടും വളരുക എന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു. അങ്ങനെ തന്നെ അവിടെ എന്തെല്ലാം പേരാന്ന് നമുക്ക് അറിയില്ല, അത് നമ്മൾ പഠിക്കാൻ പോകാത്തത് കൊണ്ട്. ഏതായാലും
വലിയ ആപത്ത്. സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം ഊട്ടി, ഞങ്ങളൊരു പള്ളി ഉണ്ടാക്കാൻ വേണ്ടി ഊട്ടിയിൽ പോയി. സ്ഥലമൊക്കെ നോക്കിയിട്ട് തിരിച്ചു പോകുമ്പോ കാറിൽ ഇങ്ങനെ പോകുമ്പോഴും ഒരു ചെറിയ കട, ആ കടയിലും അതിന്റെ താഴെ മുറ്റത്തും നിറയെ ആളുകൾ. ഓരോരുത്തരെ കയ്യിൽ കോഴി ഇങ്ങനെ എടുത്തിട്ട് ഈ കോഴിന്റെ മാംസം ഇങ്ങനെ കടിച്ചു പറിക്കുന്നത്, മറ്റേ കുപ്പിയിൽ കറുത്ത വെള്ളമുണ്ട്. ഇതെന്താന്ന് ചോദിച്ചപ്പോ ആ നാട്ടുകാരൻ പറഞ്ഞത്, ഉസ്താദെ നിങ്ങളോട് പറയാതിരിക്കാറില്ല, ഇതെല്ലാം നിങ്ങളെ കേരളത്തിലുള്ള ചെറുപ്പക്കാരാണ്. വിവാഹം കഴിച്ചാൽ അടുത്ത ദിവസം ഭാര്യയെയും കൊണ്ടൊരു സർക്കിറ്റ് പോക്കുണ്ട്. ഒരു ചെറിയ മാരുതി എടുത്ത് അന്ന് സർക്കിറ്റ് പോകാം. അതൊക്കെ ഞങ്ങളുടെ നാട്ടിൽക്കാ വന്നിട്ട് ഇവിടെയാണ് ഇന്നടത്താക്കുന്നത്. നിർവാഹമില്ലാത്തത് കൊണ്ടാണ്. ഇതൊക്കെ നിങ്ങളെ കേരളീയരാണ് എന്ന് ഊട്ടിക്കാരനോട് പറഞ്ഞു. ഭാര്യയും ഭർത്താവുമായി സർക്കിറ്റ് പോകുന്നു. അവസാനം അവിടെ കള്ളു കുടിച്ചുകൊണ്ട് മതിമറന്ന് മൃഗമായി മടങ്ങി വരുന്നു. അതുകൊണ്ട് മഹല്ല് ഭാരവാഹികളോട്, പ്രസിഡന്റ് സെക്രട്ടറിമാരോട്, ബന്ധപ്പെട്ടവരോട് ഞാൻ പറയുന്നു, നിങ്ങളെല്ലാവരും, നിങ്ങൾ പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും എക്സിക്യൂട്ടീവ് മെമ്പറുമായ മഹല്ലത്തിലുള്ള ജനങ്ങളെ നിങ്ങൾ കണക്കെടുക്കണം. എന്നിട്ട് അവരെ നിങ്ങൾ വിളിച്ചു വരുത്തണം. ഈ മഹല്ലത്തിൽ കണ്ടുപിടിക്കുന്നവരുണ്ടാകാൻ പാടില്ല. ഉണ്ടായാൽ ഞങ്ങൾ അവരുടെ പേരിൽ നടപടിയെടുക്കുമെന്ന് ആദ്യം അങ്ങ് പറഞ്ഞു വെക്കേ. എന്ത് നടപടികളൊന്നും പെട്ടെന്ന് പറഞ്ഞുകൊണ്ടല്ല. കാരണം ഇപ്പൊ എല്ലാത്തിനും ഗ്രൂപ്പിസാണ്. ഗ്രൂപ്പിസം ഇല്ലാതിരിക്കാനാണ് ഞങ്ങൾ എത്രയോ ശ്രമിച്ചത്. ഒരൊറ്റ സംഭവം ഞാൻ പറയട്ടെ. ഇവിടെ കേരളത്തിൽ ഒരുപാട് പള്ളികൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ എതിരാളികൾ പിടിച്ചെടുത്തു. 10, 25, 30, 40 കൊല്ലം മുമ്പുള്ള കഥയാണ് ഞാൻ പറയുന്നത്. കാരണം എങ്ങനെയാ പിടിച്ചെടുക്കൽ സമയമല്ല ഞാൻ പറയട്ടെ. നമ്മളെ മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്ത് ഒരു കമ്മിറ്റിയിൽ എഴുതാനും കുത്താനൊക്കെ അറിയുന്ന ഒരു മാഷ്, മറ്റൊക്കെ സാധുക്കളാണ്, വളരെ പാവപ്പെട്ടവർ, എഴുതാനും അറിയില്ല, ഒന്നും അറിയില്ല. പിന്നെ മാഷ ആയിക്കോട്ടെ, സെക്രട്ടറി എന്ന് മാഷ സെക്രട്ടറിയാക്കി. ഇവനാരാ? ഇവൻ മുജാഹിദിന്റെ ആശയക്കാരനാണ്. പക്ഷെ വെളുത്തിട്ടില്ല. സെക്രട്ടറി സ്ഥാനം കിട്ടിയപ്പോ ഇവൻ ആദ്യം ചെയ്ത പണി എന്താ അറിയും? ഉണ്ടായ സംഭവം ഞാൻ പറയുന്നത്. ആദ്യം ചെയ്തത് അവിടുത്തെ SSFകാരോട് പറഞ്ഞു, മക്കളെ, റബീഉൽ അവ്വൽ മൗലൂദ് നടത്താൻ വേണ്ടി മദ്രസ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ കത്ത് തരണം. അങ്ങനെ സാധുക്കളായ കുട്ടികൾ കത്ത് കൊടുത്ത്, ഇവൻ പോയിട്ട് അതിന് നേരെ മറിച്ചിട്ട് വേറൊരു സാധനമുണ്ട്, പേര് ഞാൻ പറയുന്നില്ല. അവരോട് പറഞ്ഞു, നിങ്ങളും ഒരു കത്ത് തരണം ഇവിടെ നിങ്ങളെ പരിപാടി നടത്താൻ വേണ്ടി. അവരും കത്ത് കൊടുത്തു. വേറൊരു കുട്ടികളോട് പറഞ്ഞു, നിങ്ങളൊരു കത്ത് തരണം, നിങ്ങൾക്ക് വല്ല യോഗം നടത്തണമെങ്കിൽ അടുത്ത യോഗത്തിലേക്ക് കത്ത് വേണമെന്ന്. അങ്ങനെ യോഗം കൂടി, അടുത്ത യോഗം കൂടി നോക്കുമ്പോ SSFന്റെ കത്ത്, SYHന്റെ കത്ത്, അതിന്റെ ഓപ്പോസിറ്റ് പാർട്ടിയുടെ കത്ത്, ഒരുപാട് സംഘടനകളുടെ കത്ത്, ഞങ്ങളെ മദ്രസ അനുവദിച്ചു തരണോന്ന്. അപ്പൊ നമ്മൾ ഈ പാർട്ടികൾക്കെല്ലാം നമ്മളെ മദ്രസ അംഗീകരിച്ചു കൊടുത്താൽ അവിടെ കുഴപ്പം വരുമല്ലോ. അപ്പൊ അതിനെന്താണ് വഴി എന്നിങ്ങനെ ആലോചിച്ചപ്പോ ഈ മാസ്റ്റർ തന്നെ പറയും, നമ്മളൊരു കാര്യം ചെയ്യാം, മദ്രസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കല്ലാതെ ഇവിടെ ഒന്നിനും കൊടുക്കണ്ടാണെന്ന് തീരുമാനിക്കാനായി.
അത് ജനങ്ങൾ, പാവപ്പെട്ട ജനങ്ങൾ അത് സമ്മതിച്ചു, ഒപ്പിട്ട് പാസാക്കി. സുബ്ഹാനല്ലാഹ്, റബീഉൽ അവ്വൽ മാസം വന്നപ്പോൾ മൗലിദ് യോഗത്തിന് മദ്രസ ചോദിക്കുന്നു. സെക്രട്ടറി പറയുന്നു മദ്രസയുടെ ആവശ്യത്തിനല്ലാതെ ഒന്നിനും കൊടുക്കാൻ പാടില്ല എന്ന് പാസാക്കിപ്പോയിക്കോ മക്കളെ, അതുകൊണ്ട് ഇനി മൗലൂദിന് തരാൻ പറ്റൂല. കണ്ടോ നിങ്ങൾ എത്ര വലിയ തന്ത്രപരമായിട്ടാണ് ആ മദ്രസയിൽ നിന്നും 30 കൊല്ലം ഒന്നായിട്ട് നബിദിനം നടത്തി വരുന്ന മദ്രസയാണ്, മൗലിദ് നടത്തി വരുന്ന മദ്രസയാണ്. അവിടെ ആ മൗലിദില്ലാതെയാക്കാൻ വേണ്ടി അതിന്റെ എതിരാളികളോടും ഒക്കെ കത്ത് വാങ്ങി അവസാനം നല്ലൊരു തീരുമാനം, നമ്മൾ ആർക്കും കൊടുക്കണ്ട, നമ്മൾ ഒറ്റ കുട്ടിക്ക് കൊടുക്കേണ്ട മദ്രസന്റെ ആവശ്യത്തിന് മാത്രം എന്ന് പറഞ്ഞപ്പോ സാധുക്കൾ കുഴങ്ങിയില്ലേ. ഇതാരാണ് ഈ എഴുത്തും കുത്തും അറിയാമെന്ന് കരുതി മുജാഹിദാശയക്കാരനെ സെക്രട്ടറി ആക്കിയതുകൊണ്ട് ഉണ്ടായ അനുഭവം ആണത്. അതുകൊണ്ട് കമ്മിറ്റി തെരഞ്ഞെടുക്കുമ്പോ എത്ര വലിയ എഴുത്തുകാരനായാലും എത്ര വലിയ കണക്ക് എഴുതാൻ അറിയുന്നവനായാലും നമ്മുടെ പള്ളിയും മദ്രസയും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റേതാണ്, അത് ഭരിക്കാൻ സുന്നികളെ മാത്രം തെരഞ്ഞെടുക്കുക. നിങ്ങൾ ആലോചിച്ചു. പിന്നെ ഞാൻ ഒറ്റ കാര്യം കൂടി പറയട്ടെ. അങ്ങനെ കുതന്ത്രത്തിലൂടെ പള്ളികൾ ഒരുപാട് പിടിച്ചെടുത്തു. കോഴിക്കോടിനെ സംബന്ധിച്ച് പറഞ്ഞാൽ പാളയം മൊഹീദ്ദീൻ പള്ളി, ഖലീഫ പള്ളി, പട്ടാളപ്പള്ളി, ഷാദുലി പള്ളി, ഇങ്ങനെ തുടങ്ങിയുള്ള പഴയ പള്ളികൾ പിടിച്ചെടുക്കപ്പെട്ടു. തിരുവനന്തപുരത്ത് പിടിച്ചെടുത്തു. എറണാകുളത്തും കൊച്ചിയിലും ഒരുപാട് പള്ളികൾ, സുന്നികൾ സ്ഥാപിച്ച പള്ളികൾ അതാ പുത്തൻ പ്രധാനക്കാരുടെ കൈവശത്തിലാണ് ഇപ്പോഴും ഉള്ളത്. അന്ന് SYSന് ശക്തിയില്ല, SSFന് ശക്തിയില്ല, SMA ഇല്ല. ആ കാലഘട്ടത്തിൽ നാട്ടിലെ കാരണവന്മാരെയും കമ്മിറ്റി ഭാരവാഹികളെയും ശക്തിപ്പെടുത്താൻ ആളുകളില്ലാത്തത് കൊണ്ട് എല്ലാം ഈ വിദ്വാൻമാർ കൈവശപ്പെടുത്തി. അങ്ങനെ ശക്തിയായി കൈവശപ്പെടുത്തി വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദഹു മഹാനവറുകൾ പ്രസിഡന്റായിരുന്ന കാലത്ത് തന്നെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദഹു മഹാനവറുകൾ സെക്രട്ടറി ആയിരുന്ന കാലത്ത് തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലേക്ക് കത്തുകൾ വരാൻ തുടങ്ങി. അതിന് പ്രത്യേക ഒരു കാരണമുണ്ട്. മലപ്പുറം ജില്ലയിലെ പുളിക്കൽ എന്ന സ്ഥലത്ത് ഒരു മുജാഹിദിന്റെ സമ്മേളനം സംഘടിപ്പിച്ചു. ആ സമ്മേളനത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു MLA പ്രസംഗിച്ചു, എന്റെ ഒരു തുള്ളി രക്തമുള്ള കാലത്തോളം ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കും, സുന്നികളെ അടിച്ചമർത്തും എന്ന് അയാൾ പ്രസംഗിച്ചു. അതിനെതിരായി ബഹുമാനപ്പെട്ട മർഹൂം EK ഹസൻ മുസ്ലിയാർ അവറുകളും കുടുക്കൻ മൊയ്തീൻകുട്ടിയാജി എന്ന് പറയുന്ന കാരണവരും ശ്രമിച്ചുകൊണ്ട് പുളിക്കൽ അങ്ങാടിയിൽ വലിയൊരു സമ്മേളനം സംഘടിപ്പിച്ചു. ആ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട EK അബൂബക്കർ മുസ്ലിയാർ പ്രസംഗിച്ചു, കടുത്ത അനറസത്തുകാരന് വോട്ട് ചെയ്താലും മുജാഹിദിനും ജമാഅത്തെ ഇസ്ലാമിക്കും വോട്ട് ചെയ്യാൻ പാടില്ല. അന്ന് മൂപ്പര് പ്രസംഗിച്ചത്. അതിനെ പിന്താങ്ങി വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ, ആമയൂർ മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങി അന്ന് സമസ്തയുടെ ഉലമാക്കളെല്ലാം പിന്താങ്ങി പ്രസംഗിച്ചു. ഈ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നിർദ്ദേശം കിട്ടിയതനുസരിച്ച് മർഹൂം EK ഹസൻ മുസ്ലിയാർ പ്രസിഡന്റ്, ഞാൻ ജനറൽ സെക്രട്ടറിയുമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന SYS സർക്കുലർ കൊടുത്തയച്ചു. എന്തിനാ സർക്കുലർ കൊടുത്തത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തീരുമാനം
ഞങ്ങളുടെ തീരുമാനമല്ല. ഈ ശബ്ദമൊക്കെ ഉണ്ടായപ്പോ സുന്നികൾ രാഷ്ട്രീയമായി സംഘടിക്കണം എന്ന ഒരു ആവശ്യമാണ് കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും വന്നത്. ഇത് വായിച്ച് സമസ്ത മുശാവറയിൽ ചർച്ച ചെയ്യും. അങ്ങനെ ശംസുല്ലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ അവർ തന്നെ അന്നത്തെ ജോയിന്റ് സെക്രട്ടറിമാരിൽ ഒരാളായിരുന്ന കെ.ടി. മാനു മുസ്ലിയാരെ വിളിച്ചിട്ട് എഴുതുക എന്ന് പറഞ്ഞിട്ട് അയാളെ കൊണ്ട് എഴുതിച്ചു. എന്താ എഴുതിയത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിന്റെ കീഴ്ഘടകങ്ങളും രാഷ്ട്രീയമായി സംഘടിക്കേണ്ടതില്ല. എന്നാൽ സുന്നത്ത് ജമാഅത്തിനും അതിന്റെ സ്ഥാപനങ്ങൾക്കുമെതിരായി പ്രവർത്തിക്കുന്ന എല്ലാവരെയും ചെറുത്ത് തോൽപ്പിക്കേണ്ടതാകുന്നു. ഇത് ഞാനുണ്ടാക്കിയ തീരുമാനമല്ല, ഇഖ്യാസ് മുസ്ലിയാർ ഉണ്ടാക്കിയ തീരുമാനമല്ല. കണ്ണീത്ത് ഉസ്താദ് പ്രസിഡന്റും ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയുമായ സമയത്ത് എടുത്ത തീരുമാനമാണ്. എന്താണ് ഇങ്ങനെ തീരുമാനം എടുക്കാൻ കാരണം? ഞാൻ വേഗം നിർത്താം. സഹോദരന്മാർ ചിന്തിക്കണം. നമ്മൾ രാഷ്ട്രീയമായി സംഘടിക്കേണ്ട എന്ന് പറഞ്ഞിരുന്നില്ല. ഇവിടെ അൽഹംദുലില്ലാ നമുക്ക് തണുപ്പായിപ്പോയി. അൽഹംദുലില്ലാ രാഷ്ട്രീയമായി സംഘടിക്കണമെന്ന് പാടില്ല എന്ന് പറയാൻ കാരണം ശബ്ദത്തിൽ ശ്രദ്ധിച്ചുകൾ ഒരു പള്ളിയിലെ ഖതീബ് ഒരു വെള്ളിയാഴ്ച എഴുന്നേറ്റ് നിന്നിട്ട് നിങ്ങളെല്ലാവരും ഇന്നു മുതൽ മുസ്ലിം ലീഗാകണമെന്ന് പറഞ്ഞാൽ അവിടെ കോൺഗ്രസ്സുകാരുണ്ടാവില്ലേ? അവർക്ക് ദേഷ്യപ്പെട്ടു. അവിടെ കമ്മ്യൂണിസ്റ്റ് ആവണം എന്ന് പറഞ്ഞു, എന്നാൽ മറ്റേ പാർട്ടി ഉണ്ടാവും. കോൺഗ്രസ് ആവണമെന്ന് പറഞ്ഞാൽ വേറെ പാർട്ടി ഉണ്ടാവും. അങ്ങനെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പറഞ്ഞാലും അത് ഇഷ്ടപ്പെടാത്ത ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഓരോ മഹല്ലത്തുകളിലും ഉണ്ടാകും. അതുകൊണ്ട് ഖതീബുമാര് നേരെ നിൽക്കണം. അയാൾ ഒരു രാഷ്ട്രീയക്കാരനും ആവാൻ പാടില്ല. പള്ളിയിൽ നിർച്ചേർത്തുന്ന മുദരിസീങ്ങള് അവര് രാഷ്ട്രീയക്കാരാവാൻ പാടില്ല. അയാൾ നേരെ നിൽക്കണം. അതുപോലെയല്ലേ സമസ്തയും? അല്ലേ? സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന സംഘടന ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പ്രചരിപ്പിക്കാനും ജനങ്ങളെ ഹക്കായ മാർഗത്തിൽ നിലനിർത്താനും വേണ്ടി ഉണ്ടായ സംഘടനയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ സമസ്തയുടെ കീഴിൽ ഇവിടെ ലീഗുകാരുണ്ട്, കോൺഗ്രസുകാരുണ്ട്, കമ്മ്യൂണിസ്റ്റ് അനുഭാവികളുണ്ട്, വേറെ എല്ലാ പാർട്ടികളുടെയും അനുഭാവികളുണ്ടാകും. അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി മാത്രം നിന്നാൽ മറ്റുള്ള ജനങ്ങളെല്ലാം സമസ്തയോട് എതിരാകും. അതുകൊണ്ട് നമ്മൾക്ക് രാഷ്ട്രീയമായി സംഘടിക്കേണ്ടതില്ല എന്നെടുത്ത തീരുമാനം എത്ര നല്ല തീരുമാനമാണ്! എത്ര നല്ല തീരുമാനമാണ്! ഞങ്ങളിപ്പോഴും ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. സമസ്ത 60ാം വാർഷിക മഹാസമ്മേളനത്തിന്റെ സുവനിയർ ഇറക്കലിൽ ഈ തീരുമാനം നിങ്ങൾക്ക് കാണാം. ഞാൻ പറയേണ്ടതില്ല, അതിൽ അച്ചടിച്ചതാണ്. ആ സുവനിയർ ഉണ്ടാക്കുന്ന കമ്പനിയിൽ
KV മുഹമ്മദ് മുസ്ലിയാർ കുറ്റനാട് ഒപ്പുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ സമസ്ത മുഷാവറ എടുത്ത തീരുമാനം അതിന്റെ മിനിറ്റ്സിൽ നിന്ന് പകർത്തിയെടുത്തതാണ്. സമസ്ത രാഷ്ട്രീയമായി സംഘടിക്കണ്ട. കാരണം മഹല്ലത്തുകളിൽ പ്രസിഡന്റ് ഒരു രാഷ്ട്രീയക്കാരനായിരിക്കും, സെക്രട്ടറി വേറൊരു രാഷ്ട്രീയക്കാരനായിരിക്കും, മെമ്പർ അത് രണ്ടുമല്ലാത്ത മൂന്നാമത്തെ രാഷ്ട്രീയക്കാരനാകും, വേറൊരു മെമ്പർ നാലാമത്തെ രാഷ്ട്രീയക്കാരനാകും. അതുകൊണ്ട് ഇവർ ഏതെങ്കിലും ഒരാൾ മറ്റൊരാളുമായി എതിർപ്പ് വരണ്ട. എന്ന് കരുതി ഞങ്ങൾ പ്രത്യേകമായി ഒരു രാഷ്ട്രീയ സംഘടനയും സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഇല്ല എന്ന് തീരുമാനിച്ചാൽ ഈ തീരുമാനം ഏറ്റവും ബുദ്ധിപരമായ തീരുമാനമാണ്. അതുകൊണ്ട് ഇനി ഞാനിപ്പോൾ പറയുന്നത് ഇവിടുത്തെ മഹല്ല് ഭാരവാഹികളോട് പറയുന്നത്, മഹല്ല് ഭരിക്കുന്നവരോട് പറയുന്നത്, നിങ്ങൾ തെരഞ്ഞെടുപ്പ് വരുമ്പോ, മഹല്ലുകൾ തെരഞ്ഞെടുപ്പ് വരുമ്പോ അവിടെ രാഷ്ട്രീയ ഭിന്നിപ്പ് ഉണ്ടാക്കരുത്. ദയവ് ചെയ്ത് രാഷ്ട്രീയ നിറം വെച്ച് നിങ്ങൾ പള്ളി കമ്മിറ്റി രൂപീകരിക്കരുത്, മദ്രസ കമ്മിറ്റി രൂപീകരിക്കരുത്. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങളുടെ രാഷ്ട്രീയം ഇലക്ഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. പക്ഷെ പള്ളിയിലേക്ക് ആ രാഷ്ട്രീയം കടത്തരുത്, മദ്രസയിലേക്ക് രാഷ്ട്രീയം കടത്തരുത്, നമ്മുടെ പ്രവർത്തനത്തിലേക്ക് രാഷ്ട്രീയം കടത്തരുത്. അതേസമയത്ത് നമ്മൾ ഉറച്ച് നല്ല കട്ടിയായി നിൽക്കണം. സുന്നത്ത് ജമാഅത്ത് അതിനെ മാറ്റിമറിക്കാൻ ഞങ്ങൾ അനുവദിക്കൂല. സുന്നത്ത് ജമാഅത്ത് നമ്മുടെ മുൻഗാമികളായ സജ്ജനങ്ങൾ ഇവിടെ പഠിപ്പിച്ച് നിലനിർത്തി വന്നതാണ്. അത് ഞങ്ങൾ മുറുകെ പിടിക്കും. അത് നിലനിർത്താൻ വേണ്ടി ഞങ്ങളെല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് പരിശ്രമിക്കും എന്ന് നാം പ്രതിജ്ഞയെടുക്കണം. ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ ആഴ്ച ഒരു സ്ഥലത്ത് വലിയ കുഴപ്പമുണ്ടാവും. രണ്ട് വിഭാഗം ആളുകൾ തമ്മിൽ തല്ലും, കൊലയുണ്ടാവും. ഞാൻ ഉടനെ വിളിച്ചിട്ട് PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് പറഞ്ഞു. ഞാൻ വിളിച്ചിട്ട് അവിടുത്തെ കോൺഗ്രസിന്റെ നേതാവിനോട് പറഞ്ഞു, അവിടുത്തെ CPM-ന്റെ നേതാവിനോട് പറഞ്ഞു, CPI-ന്റെ നേതാവുണ്ടായിരുന്നു അവരോട് പറഞ്ഞു, എല്ലാ നേതാക്കളോടും പറഞ്ഞു, ഇപ്പൊ ഇടപെടണം. ഈ മഹല്ലത്തിൽ രാഷ്ട്രീയ തർക്കമുണ്ടാവരുത്. നിങ്ങളൊക്കെ വിളിച്ചു പറയണം. കുഞ്ഞാലിക്കുട്ടി വിളിച്ചു പറഞ്ഞു, രമേശ് ചെന്നിത്തല വിളിച്ചു പറഞ്ഞു, KPCC പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞു, കോടിയേരി വിളിച്ചു പറഞ്ഞു, എല്ലാവരും വിളിച്ചു പറഞ്ഞു. അപ്പം മഹല്ലത്തിലുള്ള ഈ കുറച്ചൊരു 10 ആളധികമുണ്ടെന്നുള്ള ഈ ഗർവിന്റെ പേരില് അവിടെ അടിച്ചമർത്താന്ന് വെച്ചൊരു പേടിച്ച് വിറച്ചുപോയി. വിറച്ചുപോയി. ഇപ്പൊ അവിടെ നല്ല സുശക്തമായ കമ്മിറ്റി വന്ന് പ്രസിഡന്റ് ഒരു ഭാഗത്ത്, സെക്രട്ടറി വേറൊരു ഭാഗത്ത്, മെമ്പർ വേറൊരു ഭാഗത്ത്. ഇങ്ങനെ അല്ലാഹുവിന്റെ പള്ളിയാണ്, നമ്മുടെ മദ്രസയാണ്. മദ്രസയിൽ പിന്നെ എളുപ്പമുണ്ട്. മദ്രസയിൽ ഇപ്പൊ സിലബസ്, സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസ് ലോകത്താകെ അംഗീകരിച്ചുകൊണ്ടിരിക്കുക. അതിന് കാരണം എന്താണെന്നറിയോ? അതിന്റെ കാരണം
വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഒരു മന്ത്രി വന്നിട്ട് തിരുവനന്തപുരത്ത് നിന്ന് പ്രഖ്യാപിച്ചു മദ്രസകളൊക്കെ അടച്ചുപൂട്ടണം. അയാൾ ഡൽഹിയിലും പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, പത്രത്തിൽ വന്നു. അന്ന് ഞങ്ങൾ വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗം ചെയ്യുക ഡൽഹിയിലും. അപ്പോഴാണ് പത്രവാർത്ത കണ്ടത്. ഉടനെ പ്രധാനമന്ത്രിയോട് സമയം വാങ്ങി ഞങ്ങൾ അയാളെ മുമ്പിൽ പോയിട്ട് ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ സ്റ്റേറ്റിന്റെയും പ്രതിനിധികളുണ്ട്, എല്ലാവരും കൂടി പോയി. ഉറുദു ഭാഷയിലുള്ള ബുക്കുണ്ട് നമുക്ക് 7 ഭാഷയിൽ ബുക്കുണ്ട്. മലയാളം, അറബി മലയാളം, അറബി, ഇംഗ്ലീഷ്, ഉറുദു, തമിഴ്, കന്നഡ. ഈ ഭാഷയിലൊക്കെ നമുക്ക് ബുക്കുണ്ട്. നല്ല കെട്ടുറപ്പോടുകൂടി നിങ്ങൾക്ക് ആർക്കോ സംശയം ഉണ്ടെങ്കിൽ കോഴിക്കോട് ചെറിയ ബ്രാഞ്ചാണ് അതിലൊക്കെ ഉള്ളത്. ഡൽഹി അൻസാരി റോഡ്, ദറിയാഗഞ്ച്, ഗട്ട മസ്ജിദ്, അവിടെ പോയി നോക്ക്. വലിയ ഉയർന്ന കെട്ടിടത്തിൽ നമ്മുടെ ബുക്കിടി പോകാം. 7 ഭാഷയിലുള്ള ബുക്ക്. അതിൽ ഉറുദുള്ള ബുക്ക് എടുത്തിട്ട് ഞങ്ങൾ അണ്ടർലൈൻ ചെയ്ത് അടിവരട്ടിട്ട് പ്രധാനമന്ത്രിയായിരുന്ന അന്നത്തെ പ്രധാനമന്ത്രിക്ക് കാണിച്ചു കൊടുത്തു. ഇതൊക്കെ ഞങ്ങൾ ഭീകരവാദത്തിനെതിരെ, തീവ്രവാദത്തിനെതിരെ പഠിപ്പിക്കുന്ന പാഠങ്ങളാ. ഇതാണോ അടച്ചുപൂട്ടണമെന്ന് പറഞ്ഞത്? പ്രധാനമന്ത്രി നോ, ഈ മദ്രസയല്ല, ഇതെപ്പോഴും ഇവിടെ വേണം, നിലനിൽക്കണം എന്ന് പറഞ്ഞിട്ട് അയാൾ എഴുതി തന്നു ഞങ്ങൾക്ക്. ആ നിലക്ക് ഇന്ത്യ രാജ്യത്ത് മുഴുക്കെ ടെററിസത്തിനെതിരായി, ഭീകരവാദത്തിനെതിരായി ശബ്ദിക്കുന്ന, സൽസ്വഭാവം പഠിപ്പിക്കുന്ന, അഖീദ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ശ്ലാഘനീയമായ സിലബസ് ആയതുകൊണ്ട് അതാ 10,000-കണക്കിന് മദ്രസകളിങ്ങനെ ഇന്ത്യ രാജ്യത്ത് മുഴുവനും നമ്മുടെ ബോർഡിന്റെ കീഴിൽ അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഒരു മഹല്ലത്തിന് സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ബുക്ക് പഠിപ്പിക്കണമെന്ന് ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ അത് പഠിപ്പിച്ചോട്ടെ. അല്ല, ചേളാരി ബോർഡിന്റെ ബുക്ക് പഠിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചോ, അവര് പഠിപ്പിച്ചോട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുകൂടണ്ട. കേരളത്തിന് മാത്രം ഒതുങ്ങിക്കിടക്കുന്ന ഈ ചേളാരി സിലബസ്, അതാണ് വേണ്ടതെന്ന് ഇഷ്ടപ്പെടുന്നവർ അത് പഠിപ്പിച്ചോട്ടെ എന്ന്. അത് എന്തിന് നമ്മൾ എതിർക്കണം? ഒരിക്കലും എതിർക്കണ്ട. ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ എല്ലാവരും അംഗീകരിച്ച സുന്നി വിദ്യാഭ്യാസ ബോർഡാണ് വേണം എന്നുദ്ദേശിക്കുന്നവർ അത് പഠിപ്പിച്ചോട്ടെ. അപ്പം മദ്രസയിൽ 2 വിഭാഗത്തിനും 2 സിലബസ് ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു തർക്കത്തിനും കുഴപ്പത്തിനും അവിടെ വഴിയില്ല. പള്ളിയിൽ അങ്ങനല്ല. പള്ളിയിൽ 2 ഖുതുബല്ല, 2 ഖുതുബുണ്ട്. 2 ഖുതുബ എന്ന് പറഞ്ഞാൽ ഒരു ഖതീബ് പോകുന്ന 2 ഖുതുബയാണ്. 2 ഖുതുബല്ല എന്ന് പറഞ്ഞിട്ട് നാളെ ക്ലിപ്പാക്കിയിട്ട് വെള്ളിയാഴ്ച ഒരു ഖുതുബേ ഉള്ളൂ എന്ന് പറഞ്ഞു പറയണ്ട. ജുമാക്ക് 2 ഖുതുബുണ്ട്. പക്ഷെ ആ 2 ഖുതുബ ഒരു ഖതീബ് ഓതുന്ന 2 ഖുതുബയാണ്. ഒരു ഖതീബ് ഒരു ഖുതുബയും വേറൊരു ഖതീബ് വേറൊരു ഖുതുബയും ഓതിയാ പോരാ. നാളേക്ക് എനിക്ക് ക്ലിപ്പാക്കിയിട്ട് ആണോ SMA സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. എന്നാ ജുമാക്ക് 2 ഖുതുബയില്ല. ജമാഅക്ക് 2 ഖുതുബുണ്ട്. പക്ഷേ ആ 2 ഖുതുബ ഒരു ഖതീബ് ആദ്യത്തെ ഖുതുബ ഓതി പിന്നെ അവിടെ നിന്ന് ഇരുന്ന് രണ്ടാമത് ഖുതുബ ഓതണം. ഇതല്ലാതെ ഓരോ മഹല്ലത്തിലും ചെറിയ ചെറിയ മഹല്ലത്തുകളിൽ 2ഉം 3ഉം ജുമാ ഉണ്ടാക്കുന്നത് ശരിയല്ല. പരമാവധി അതില്ലാതിരിക്കണം. ഇസ്ലാമിന്റെ ഷിആർ, എല്ലാവരും ഒരുമിച്ച് കൂടുന്ന അടയാളം, അതാണ് വേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്
മഹല്ല് ഭാരവാഹികളോട് എനിക്ക് പറയാനുള്ളത്, കുതന്ത്രങ്ങളുണ്ടാക്കി മഹല്ലത്തിലുള്ള മുഴുവൻ ജനങ്ങളെയും ഭിന്നിപ്പിക്കുന്ന ഏതെങ്കിലും സംവിധാനം ആരെങ്കിലും കൊണ്ടുവരുന്നുവെങ്കിൽ അതിനെ നിങ്ങൾ മണത്തറിഞ്ഞ് അതിനെ ശ്രദ്ധിക്കുകയും ഇല്ലായ്മ ചെയ്യുകയും വേണം. നമ്മുടെ മഹല്ലത്തുകളിലെല്ലാം ഭരണഘടന ശരിയായ നിലക്ക് നിയമാനുസൃതം എഴുതിവെച്ച് അത് രജിസ്റ്റർ ചെയ്യിപ്പിക്കണം. ചെയ്താൽ ഓരോ കൊല്ലവും രജിസ്റ്റർ ഓഫീസിൽ അതിന്റെ പുതിയ ഭാരവാഹികളെ ലിസ്റ്റ് കൊടുക്കണം. 3 കൊല്ലമോ 5 കൊല്ലമോ കഴിയുമ്പോൾ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്താൽ അതിന്റെ ലിസ്റ്റ് കൊടുക്കണം. അങ്ങനെ നിയമാനുസരണം ഇതെല്ലാം ചെയ്യണം. അൽഹംദുലില്ലാഹ്, SMA വന്നതോടുകൂടെ ആ പ്രവർത്തനത്തിന് നമുക്കൊരു എളുപ്പം കിട്ടി. നമ്മുടെ സംഘടനക്ക് ഒരുപാട് ഫീൽഡുകളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ SMA വേണ്ടി വന്നത്. നേരത്തെ പ്രസംഗിച്ചു പറഞ്ഞല്ലോ, SMA കുട്ടിയാണെങ്കിലും 10 വയസ്സായി. 10 വയസ്സായാലും സാറിന് പ്രസവിക്കുന്നുണ്ടല്ലോ, പൂർത്തിയായല്ലോ. തെൽക്കാശ്രത്തുക്കാമില്ല, അൽഹംദുലില്ലാഹ്. അപ്പൊ ഈ SMA വേണ്ടി വന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അതിന്റെ കീഴിൽ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കാൻ വിദ്യാഭ്യാസ ബോർഡും ജംഇയ്യത്തുൽ മുഅല്ലിമീനും യുവജനങ്ങളെ അണിനിരത്തി സുന്നത്ത് ജമാഅത്തിൽ ഉറപ്പിച്ചു നിർത്താൻ SYS, സമസ്ത കേരള സുന്നി യുവജന സംഘം, വിദ്യാർത്ഥികളെ യോജിപ്പിക്കാൻ പ്രവർത്തിപ്പിക്കാൻ SSF, അതേസമയം മഹല്ലുകൾ ഏകീകരിക്കാനും മഹല്ലുകളിൽ കുഴപ്പമില്ലാതിരിക്കാനും മഹല്ലുകളിൽ രേഖകൾ ശരിപ്പെടുത്താനും മഹല്ലുകളിൽ ഭരണം ശരിയായ നിലക്ക് നടത്തുന്ന ട്രെയിനിങ് കൊടുക്കാനും ഇതിനെല്ലാം സമയം ഇല്ല. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനത്തെ ഡിവൈഡ് ചെയ്തതാണ് എന്നല്ലാതെ SMA, SYS, SSF ഇതെല്ലാം ഒന്ന് മറ്റൊന്നിനോട് യോജിക്കാത്തതോ എതിരുള്ളതോ അല്ല. പ്രവർത്തനം ഡിവൈഡ് ചെയ്യാൻ, പ്രവർത്തനം വിഭജിക്കാൻ മാത്രം ഈ സംഘടന ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്ന് നിങ്ങളോട് അറിയിച്ചുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി നിൽക്കണം. ഇബ്ലീസ് ഇന്നി ലക്കുമാ ലമിനൻ നാസിഹീൻ, നിങ്ങൾക്ക് നമ്മൾ ഉപദേശമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണല്ലോ പറ്റിച്ചത്. അതുപോലെ ഉപദേശം ചെയ്ത് പറ്റിക്കും. തമിഴ്നാട്ടുകാരൊരാൾ പറഞ്ഞിട്ടുണ്ട്, അവർ നന്മ ചെന്നാലും നമ്പക്കൂടാത്. ഈ പുത്തൻ പ്രസ്ഥാനക്കാര് നന്മ ചെന്നാലും നമ്പക്കൂടാത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റൂല, നിങ്ങളെ കൊണ്ടുപോയി കൊടുക്കും. അതാണ് ഇമാം മൂസീരി തങ്ങൾ പറഞ്ഞു, നിന്നോട് ഉപദേശം ചെയ്തു തന്നാലും നീ വളരെ ശ്രദ്ധിച്ചുകൊള്ളണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഞാൻ നിർത്തട്ടെ. നിങ്ങളെല്ലാവരും ബോധവാന്മാരാകണം, എല്ലാവരും ശ്രദ്ധിക്കണം. കള്ളുകുടി നിർമ്മാർജ്ജനം ചെയ്യാൻ നമ്മൾ ഗവൺമെന്റിനും കോടതിക്കുമൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുത്ത് നമ്മുടെ കേരളം മദ്യമുക്തമായ ഒരു കേരളമായി തീരാൻ എല്ലാവരും ശ്രമിക്കുക. അതുപോലെ മറ്റെല്ലാ സൽസ്വഭാവങ്ങളും ലോകത്തിന് പഠിപ്പിക്കുന്നതിനു വേണ്ടി വിശിഷ്യ മഹല്ലുകൾ തോറും ക്ലാസുകൾ സംഘടിപ്പിച്ച് SYSന്റെ നേതൃത്വത്തിൽ SYSനെ കൊണ്ട് ഈ ക്ലാസുകൾ സംഘടിപ്പിച്ച് ഉണ്ടാക്കിക്കൊടുക്കുന്നതിന് SMA നേതൃത്വം വഹിക്കുകയും SMA പ്രേരിപ്പിക്കുകയും ആവശ്യമായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണമെന്നും, അങ്ങനെ SMയും SYSും SSFും യോജിച്ചുകൊണ്ട് നമ്മുടെ മഹല്ലത്തുകളിലെ സംസ്കരണങ്ങൾ പൂർത്തീകരിക്കാൻ ശ്രമിക്കണമെന്നും നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. സർവശക്തനായ പ്രതിജ്ഞ നാം പിന്നെ ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഒരു ചെറിയൊരു പ്രതിജ്ഞ
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 7000-ഓളം വരുന്ന മഹല്ല് സ്ഥാപന മദ്രസ മാനേജ്മെന്റുകളുടെ ഈ സംയുക്ത വേദിയിൽ ആ മഹല്ല് തലത്തിൽ നാം ഉൾക്കൊള്ളേണ്ട വളരെ വിശാലമായ ഒരു ആശയം നമ്മുടെ ആത്മീയ നേതൃത്വം ശൈഖുന കാന്തപുരം ഉസ്താദ് ഇവിടെ പ്രഖ്യാപിക്കുകയും നമ്മെ പ്രതിജ്ഞയിലേക്ക് ആനയിക്കുകയും ചെയ്യുന്നു. മുസ്ലിം സമുദായത്തിന്റെ നിയമവിധേയമായ ശാക്തീകരണത്തിനും സംസ്കരണത്തിനും രാഷ്ട്രസേവനത്തിനുമുള്ള സംവിധാനമായ കേരളത്തിലെ മഹല്ല് ജമാഅത്തുകൾ ഏകീകരിച്ച് നമ്മുടെ ചാലകശക്തിയായി മാറുമെന്ന് സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ 10ാം വാർഷിക സമ്മേളനം പ്രഖ്യാപിക്കുന്നു. സുന്നികളുടെ സ്ഥാപനങ്ങൾ സംരക്ഷിക്കാൻ നമ്മുടെ പ്രാസ്ഥാനിക വേദി സുശക്തമാണെന്നും അതിനായി ഞങ്ങൾ പ്രവർത്തിക്കുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. മതമൈത്രിയും മതസൗഹാർദ്ദവും നിലനിർത്തി ഇന്ത്യയുടെ അഖണ്ഡത കാത്തുസൂക്ഷിക്കുന്നതിന് ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും മഹല്ലുകൾ മുഖേന അല്ലാതെയും ഞങ്ങൾ ചെയ്യുമെന്നും ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹു അക്ബർ. ഒന്ന് രണ്ട് ചെറിയ പരിപാടികൾ കൂടിയുണ്ട്. പലരും ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. പടച്ചോനെ, ഇന്നലെ നമ്മളൊരു ചെറുപ്പക്കാരൻ ദുബൈയിൽ നിന്ന് ആക്സിഡന്റായി മരിച്ചുപോയി. തലശ്ശേരിക്കടുത്ത് മേയർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് 2 മിനിറ്റ് അദ്ദേഹം സംസാരിക്കൂ. അതിനു മുമ്പ് അൽഹംദുലില്ലാഹ് നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെയും ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അർഹമുർ റഹീമായ അല്ലാഹ്, 2 ദിവസമായി ഈ സഹോദരന്മാരെല്ലാം കടുത്ത ചൂട് സഹിച്ച് വളരെ ബുദ്ധിമുട്ടി ഇവിടെ വന്ന് ക്യാമ്പടിച്ചിട്ടുള്ളത് എന്റെ ദീനിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയാണ്. അത് നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും പുറത്തു തരണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മഹാന്മാർ താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി തങ്ങളടക്കം, ബഹുമാനപ്പെട്ട ഉസ്താദുൽ സാത്തീദ് അടക്കം ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ സാദാത്തുക്കൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ എല്ലാവരുടെയും ദറജകളെ നീ എത്തിക്കൊടുക്കണേ അല്ലാ. ഈ തൃശൂർ ജില്ലയിൽ നേരത്തെ തന്നെ മഹല്ല് അസോസിയേഷൻ ഉണ്ട്. അതിന്റെ പ്രസിഡന്റായി വളരെ കാലം പ്രവർത്തിച്ചിരുന്നത് RK അബ്ദുറഹ്മാൻ ഹാജിയായിരുന്നു. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖബറിനെ വിശാലമാക്കി കൊടുക്കട്ടെ. അതുപോലെ അതിനുവേണ്ടി സഹായിച്ചിരുന്ന ഷറഫുദ്ദീൻ മുസ്ലിയാർ, പൂക്കോയത്തങ്ങൾ തുടങ്ങി തൃശൂർ ജില്ലയിലെ ഉലമാക്കളുടെയും നേതാക്കളുടെയും അവരെല്ലാവരുടെയും ഖബറിനെ അല്ലാഹു സ്വർഗ്ഗതുപ്പാക്കി കൊടുക്കുമാറാകട്ടെ. റഹ്മാനുർ റഹീമായ അല്ലാഹ്, ഞങ്ങളുടെ സർവ്വ പ്രവർത്തനങ്ങളും നീ പൊരുത്തപ്പെട്ട നിലക്ക് ആക്കിത്തരണേ അല്ലാ. ഞങ്ങളുടെ സംഘടന നീ ശക്തിപ്പെടുത്തി തരണം അല്ലാ. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ രോഗികളുടെ രോഗം നീ ശിഫയാക്കണേ അല്ലാ. നീ ശിഫയാക്കി തരണേ അല്ലാ. പടച്ചവനെ, ഈ പരിപാടിക്ക് വേണ്ടി ഭക്ഷണം നൽകിയവർ, അരി തന്നവർ, മാംസം തന്നവർ, കാശ് തന്നവർ, മറ്റെല്ലാവരും എല്ലാവിധ സഹായം ചെയ്തവർ, വളണ്ടിയർമാർ, എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളെ എല്ലാവരെയും
രോഗങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. എല്ലാ ശർറിനെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണം റഹ്മാനേ. അവിടുത്തെ മുഹിബ്ബീങ്ങളിൽ പെടുത്തണം റഹ്മാനേ. ഇന്ന് ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട എസ്എംഐയുടെ തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന, പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ, ഈ കമ്മിറ്റിക്ക് നീ പ്രത്യേകമായ ശക്തി നൽകണം റഹ്മാനേ. അവരുടെ എല്ലാ പ്രവർത്തനത്തിലും ബറക്കത്ത് ചെയ്തു കൊടുക്കണം റഹ്മാനേ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. അച്ചടക്കമുള്ളവരാണല്ലോ, അതുകൊണ്ട് ഒരു 5 മിനിറ്റ് കൂടി നമ്മൾ മേയറുടെ പ്രസംഗത്തിന് എല്ലാവരും ഇവിടെ ഇരിക്കണം. ഔദ്യോഗിക പ്രഖ്യാപനം ഞാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി പ്രസിഡന്റ്, KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ ജനറൽ സെക്രട്ടറി, സയ്യിദ് അലി ബാഫഖി തങ്ങൾ ട്രഷറർ, സയ്യിദ് സൈനുൽ ആബിദീൻ മാഫഖി തങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, എല്ലാവരും അറിയാത്ത ആളാണ്. മർഹൂം മാഫഖി തങ്ങളുടെ മകനാണ്. കുറെ കാലം നമ്മൾ കേരളത്തിലില്ലായിരുന്നു, അതുകൊണ്ടാണ്. പക്ഷെ തങ്ങളെ കാണാൻ ഉദ്ദേശിച്ചവരൊക്കെ മുമ്പരെ കണ്ടാൽ മതി, അത്ര ഫേസ്. വൈസ് പ്രസിഡന്റ് സയ്യിദ് ഷർഫുദ്ദീൻ ജമലുല്ലൈലി വൈസ് പ്രസിഡന്റ്. തൃശ്ശൂർ എന്നുള്ളവർക്ക് പരിചയം ഉണ്ടാവില്ല. ഡോക്ടർ PA മുഹമ്മദ് കുഞ്ഞ് സക്കാഫി, അതിപ്പോ ഇതുവരെ സംസാരിച്ച ആളല്ലേ. MN സിദ്ദീഖ് ഹാജി ചെമ്മാട് ഇവിടെ ഉണ്ട്. VM കോയ മാസ്റ്റർ. പിന്നെ സെക്രട്ടറിമാർ പ്രൊഫസർ KMA റഹീം, 2 E യാക്കൂബ് ഫൈദി, സയ്യിദ് PMS തങ്ങൾ തൃശൂർ ഉമരിയ, സുലൈമാൻ സക്കാഫി കുഞ്ഞുകുളം, VK അബ്ദുറഹ്മാൻ മാസ്റ്റർ. ഇതാണ് ഇതിന്റെ ഭാരവാഹികൾ. എല്ലാവരും അംഗീകരിക്കല്ലേ? അല്ലാഹു അക്ബർ. എല്ലാവരും ഭാരവാഹികളല്ലേ, പക്ഷേ നിങ്ങളെ പ്രതിനിധികളായിട്ട് തൽക്കാലം ഇവർ പ്രവർത്തിക്കുകയാണ്. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. ആമീൻ.